അങ്ങനെയാണെങ്കിൽ സിത്താരെ പോയി കണ്ട് നമുക്കൊരു മുഹൂർത്തം എടുക്കാം, അത്രയല്ലേ ഉള്ളൂ. അതെ, അത്രയുള്ളൂ. നവീൻ, വിവാഹത്തിന് തീയതി നിശ്ചയിക്കുന്നത് ഏതെങ്കിലും ഒരു നാഗക്ഷേത്രത്തിൽ വെച്ചു മതി. നാഗക്ഷേത്രത്തിലോ? ആന്ധ്ര മുത്തശ്ശി. മുത്തശ്ശി പറയുന്ന അനുസരിച്ചാ മതി. ക്ഷേത്രത്തിൽ വെച്ച് തീയതി നിശ്ചയിച്ചോണ്ട് എന്താ കുഴപ്പം? ആഹാ, നാഗക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നിശ്ചയിക്കുന്നതൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ല. അമ്മയും മോള് നല്ല വിഷമുള്ള ഇനമല്ലേ, അതുകൊണ്ടായി. ശരിയാ. അച്ഛാ, ഇവരിങ്ങനെ രണ്ടുപേര് വാതിലും ചാരി നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിന് തടസ്സമൊന്നും വരാനില്ലല്ലോ. തടസ്സമൊന്നുമില്ല. പക്ഷേ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാക്കിയേ പറ്റൂന്ന് നിന്റെ അമ്മായിക്ക് നിർബന്ധമുണ്ട്. നിർമ്മലേ, പറഞ്ഞത് നിനക്ക് മനസ്സിലായെന്നായി എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിന്നോടും മോളോടും അകത്തു പോകാൻ എനിക്ക് പറയേണ്ടി വരും. ഓ, ഞാൻ പോയിക്കോളാമേ. ഇനിയിപ്പൊ എന്നെ കണ്ടിട്ട് നല്ല കാര്യങ്ങളൊന്നും നടക്കാതിരിക്കണ്ട. നീ മടി. എന്നാ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് തീരുമാനം എടുക്കുമ്പോ നിർമ്മല ഒരു ചിരിച്ച മുഖമായിട്ട് നിൽക്കുക, അതുമില്ല. അങ്ങനത്തെ പ്രതീക്ഷകളൊന്നും മനസ്സിൽ സൂക്ഷിക്കണ്ട, നടക്കില്ല. അച്ഛാ, വിവാഹം നിശ്ചയിക്കുന്ന ദിവസം ഞാൻ സിത്താര മേമനും ഗാഥയ്ക്കും ഒരു വലിയ സർപ്രൈസ് ഒരുക്കുന്നുണ്ട്. അതെന്താ? അതെന്താന്ന് പറഞ്ഞാ പിന്നെ സർപ്രൈസ് ആവോ? ഇനി ആരും ചോദിക്കണ്ട. ഒരു കാര്യത്തില് അവൻ ലോക്കിട്ട് കഴിഞ്ഞ പിന്നെ ചോദ്യങ്ങളും കൊണ്ട് അവന്റെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല. നന്ദ, അമ്പലങ്ങളിലൊക്കെ വഴിപാട് കഴിക്കണം, ഒരെണ്ണം പോലും വിട്ടുപോകരുത്. എന്റെ മുത്തശ്ശി, നിശ്ചയം കഴിഞ്ഞ് ഇൻവിറ്റേഷൻ കാർഡ് അടിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ് മുത്തശ്ശി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പൂജയും കോലാഹലങ്ങളൊന്നും വേണ്ട, പരമാവധി ഒരു സിമ്പിൾ ചടങ്ങ്. അത് മതി. ആഡംബരങ്ങളൊക്കെ നമുക്ക് വിവാഹത്തിലാക്കാം.